String manipulation ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പ്രിന്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കി. ദെൻ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു സ്ട്രിംഗ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രിംഗ് മാനിപ്പുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഫംഗ്ഷൻ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 ലൈൻ ഓഫ് കോഡായിട്ടാണ് ഇവിടെ ഹായ് പ്രിന്റ് ചെയ്തിരിക്കുന്ന 3 ലൈൻ ഓഫ് കോഡായിട്ടാണ്. ഇതെങ്ങനെ ഒറ്റ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കേണ്ട ഔട്ട്പുട്ട് വരുന്നത് ഹായ് എന്ന് പറയുന്നത് 3 ലൈനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ 3 ലൈനായിട്ട് ഔട്ട്പുട്ട് വരികയും ചെയ്യണം, ഒറ്റ ലൈൻ കോഡായിരിക്കുകയും ചെയ്യണം. അതായത് ഔട്ട്പുട്ട് 3 ലൈനായിട്ട് വരണം, ഒറ്റ ലൈൻ കോഡായിരിക്കണം. അതായത് ഒറ്റ പ്രിന്റ് ഫംഗ്ഷൻ ഈ ഒരു ഒറ്റ ലൈനിൽ തന്നെ 3 എണ്ണം പ്രിന്റ് ചെയ്ത് വരണം. സോ എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ലാഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ലാഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റിനെ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ കോട്ട് കൊടുത്താൽ മതി. ഇവിടെ ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ദെൻ സ്ലാഷൻ കൊടുക്കുക, ദെൻ വീണ്ടും ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ദെൻ സ്ലാഷൻ കൊടുക്കുക, ദെൻ വീണ്ടും ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുക, ദെൻ ഡബിൾ കോട്ട് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഹായ്, അതിന് താഴെ ഹായ്, വീണ്ടും താഴെ ഹായ്. ഈ രീതിയിൽ 3 ഔട്ട്പുട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. ഒറ്റ ലൈൻ ഓഫ് കോഡാണ് ഇത് വരുന്നത്. സോ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ ഒരു ഡബിൾ പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ്, ദെൻ സ്ലാഷൻ ഹായ്, ഒന്നെങ്കിൽ സ്പേസ് ഇടാം, /n കൊടുക്കണം, ദെൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പേസ് ഇട്ടുകൊണ്ട് 2 സ്പേസ് കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട്, അതാണ് നീങ്ങിയിരിക്കുന്നത്. സോ 3 ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. ദെൻ 3 താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ /n മീൻസ് ചെയ്യുന്നത് അടുത്ത ലൈൻ ഓഫ് കോഡായിട്ട് അവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കിനി 2 സ്ട്രിങ്ങുകളെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നിൻ്റെയും അകത്ത് നമുക്ക് ഡബിൾ കോട്ട് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ എററാണ് വരുന്നത്, കാരണം ഇത് പുതിയ ലൈൻ ഓഫ് കോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ സ്ട്രിങ്, അപ്പോൾ ഇത് സ്ട്രിങ് ആയിട്ട് വരും, ദെൻ ഇത് ഒരു എറർ വരും, കാരണം ഇങ്ങനത്തെ ഒരു കോഡ് അവൈലബിൾ അല്ല, അപ്പോൾ സിൻടാക്സ് എറർ വരും. സോ നമ്മൾ ഒറ്റ ഒറ്റ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലാണ് നമുക്കത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഞാനത് റീഅൺഡു ചെയ്യണം. നമുക്ക് 2 സ്ട്രിങ്ങുകൾ ഒരുമിച്ച് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഹായ്, ഞാൻ എൻ്റെ നെയിം കൊടുക്കുകയാണ്, ബിനു, ഹായ് ബിനു എന്ന് പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ സ്പേസും കൂടി ഇട്ടിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്രിന്റ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുക. ഒരു പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 2 സ്ട്രിങ്ങുകളെ ആഡ് ചെയ്ത് എഴുതണമെങ്കിൽ ഇവിടെ ഞാൻ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തു, ദെൻ ഡബിൾ കോട്ട് കൊടുത്തിട്ട് ആ സ്ട്രിങ് ക്ലോസ് ചെയ്തു, ദെൻ എന്നിട്ട് പ്ലസ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നെയിം കൊടുക്കുക. അപ്പോൾ 2 സ്ട്രിങ്ങുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് 2 സ്ട്രിങ്ങുകളെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഹായ് സ്പേസ് ഇല്ലാതെ ബിനു എന്നായിരിക്കും നെയിം വരുന്നത്. ഹായ് ബിനു എന്നും സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ സ്പേസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ ഹായ് ഐ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഡബിൾ കോട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഹായ് സ്പേസ് ഇട്ടിട്ട് ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുക, പുതിയൊരു ബ്രാക്കറ്റ് ക്ലോസ്, ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, ദെൻ പുതിയ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു സ്പേസ് ഇടുക, എന്നിട്ട് ഒന്നെങ്കിൽ ഒരു സെമിക്കോൺ ഇടുക, എന്നിട്ട് വീണ്ടും പ്ലസ് ഇടുക, 2 ഡബിൾ കോട്ട് ഇടുക, എന്നിട്ട് നെയിം എഴുതുക. ദെൻ ക്ലോസ് ചെയ്തിട്ട് ഒരു നെയിം എഴുതിയിട്ടുണ്ടെങ്കിൽ ഹായ് ബിനു എന്ന് സ്പേസ് ഇല്ലാതെ സ്പേസോട് കൂടിയിട്ട് ആ ഒരു നെയിം വേണമെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പൈച്ചാം എടുക്കുക, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദെൻ ഇതിനകത്ത് ഹായ് എന്ന് നെയിം കൊടുത്തു, ദെൻ ആ ഒരു ഡബിൾ കോട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു പ്ലസ് കൊടുത്തു, ദെൻ വീണ്ടും ഡബിൾ കോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിവിടെ ബിനു എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് സ്പേസ് ഇല്ലാതെ ഹായ് ബിനു എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഹായ് ബിനു എന്ന് കിട്ടും, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതല്ലെങ്കിൽ ഇവിടെ സ്പേസ് ഇട്ടാലും മതി. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് 2 സ്ട്രിങ്ങുകൾ ആഡ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ. അപ്പോൾ നമ്മൾ പുതിയ വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിളിലേക്ക് ഒരു വാല്യൂ എടുത്ത് ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് 2 സ്ട്രിങ്ങുകൾ അല്ലെങ്കിൽ 2 വേരിയബിൾസിന് അല്ലെങ്കിൽ 2 സ്ട്രിംഗ് വാല്യൂസിന് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലസ് ഐക്കൺ യൂസ് ചെയ്യാം. അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒറ്റ ലൈൻ കൂടി തന്നെ അടുത്ത ലൈനിലായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ /n യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എഴുതുന്നു. സോ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കാണാം. ബൈ ബൈ.